NDA യോഗത്തിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ തീരുമാനിച്ചു. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് രാഷ്ട്രപതിയെ കാണാനിരുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയതായ വാർത്തകൾ വരുന്നു. MP-മാരുടെ യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ കണ്ടാൽ മതിയെന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. പിന്നീട് കണ്ടാൽ മതി എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന് അറിയുന്നു. മോദിയുടെ വസതിയിൽ നടന്ന NDA യോഗത്തിൽ സർക്കാർ രൂപീകരണത്തിന് തീരുമാനമായി 8-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് സൂചന. രാഷ്ട്രപതി ഭവനിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മോദിയും അമിത്ഷായും തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഘടകകക്ഷികളുമായി യോഗം ചേർന്ന് സംസാരിച്ചത്. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ, പവൻ കല്യാൺ, ജയന്ത് ചൗധരി എന്നിവർ യോഗത്തിലുണ്ടായിരുന്നു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി, സ്പീക്കർ സ്ഥാനം, ക്യാബിനറ്റ് മന്ത്രിമാർ, 2 സഹമന്ത്രിമാർ എന്നീ ആവശ്യങ്ങൾ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചു. നിതീഷ് കുമാർ ബീഹാറിന് പ്രത്യേക പദവിയും 3 ക്യാബിനറ്റ് മന്ത്രിമാരും ആവശ്യവും ഉന്നയിച്ചിരുന്നു. മറ്റ് ചെറിയ പാർട്ടികളുടെ ആവശ്യങ്ങൾ വേറെയും കാണും. 10 കൊല്ലം സ്വതന്ത്രമായി ഭരിച്ച മോദിക്ക് ഈ അനുഭവം കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണത്തിൻ്റെ റിമോട്ട് ഘടകകക്ഷികളുടെ കയ്യിലായിരിക്കും ഇനി മുതൽ. മോദി ഇത്രയും വലിയ തിരിച്ചടിയും ഘടകകക്ഷികൾക്ക് മുന്നിൽ അടിയുറവ് പറയേണ്ട വരുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല എന്നാണ് ജനങ്ങൾ. കഴിഞ്ഞ 10 കൊല്ലം ഏകാധിപതിയായും ഒരു ചക്രവർത്തിയെ പോലെ ഭരണം നടത്തിയ മോദിക്ക് ഇത്രയും കനത്ത തിരിച്ചടി ഒരു സ്വപ്നത്തിലും കണ്ടു കാണില്ല. ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം തടഞ്ഞതിന് പുറമെ കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കിയതും BJPക്കും മോദി അമിത്ഷാ കൂട്ടുകെട്ടിനും നൽകിയ വലിയ ശിക്ഷയാണെന്ന് വേണം കരുതാനെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. 10 കൊല്ലക്കാലം മോദിയുടെ തീരുമാനത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒറ്റയാനെയായി ലോകം മുഴുവൻ വിലസിയതാണ് മോദി. ആ മോദിയെയാണ് രാഹുലിൻ്റെ ഇന്ത്യ മുന്നണി പിടിച്ചു കെട്ടിയത്. മാത്രമല്ല, അത്രയും ധീരനായ മോദിയെ ഘടകകക്ഷികൾ മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും പ്രധാനമന്ത്രി കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രതീക്ഷിച്ച വിജയം നേടിയില്ല, പോരായ്മ കണ്ടെത്തി തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFനുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതീക്ഷ വിജയം നേടാനായില്ലെങ്കിലും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറെ കനത്ത തിരിച്ചടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടത്. മാധ്യമങ്ങളിൽ വലിയൊരു വിവാദത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിൻ്റെയും പിന്തുണയോടെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി. അതുകൊണ്ടാണ് BJPക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസം പിണറായി വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ പറഞ്ഞത് 20-ൽ 20 നേടുമെന്നാണ്. മാത്രമല്ല, കേന്ദ്രത്തിൽ മോദിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ പ്രയത്നിച്ച രാഹുലിനെ ഒരു പിണറായി കണക്കിന് അധിക്ഷേപിച്ചിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയുടെ വീഴ്ചയെ LDF നേട്ടമായി കാണുകയാണെന്നും ജനങ്ങൾ വിലയിരുത്തുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിച്ചാൽ ഭരണ നേട്ടം, തോറ്റാൽ പരിശോധിച്ച് തിരുത്തുമെന്ന് സ്ഥിരം പതിവ്. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഭരണ നേട്ടവും നേതാക്കളുടെ കഴിവും ഇടപെടലുകൾ കൊണ്ടുമാണ് ഈ വിജയമുണ്ടായത്. അഥവാ തോറ്റാൽ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തും. മാത്രമല്ല, വളരെ കുറഞ്ഞ ശതമാനമാണ് കുറഞ്ഞതെന്ന് പറഞ്ഞും ന്യായീകരിക്കും. കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടന്നത് കേന്ദ്രത്തിലേക്കാണ്, സംസ്ഥാനത്തിലേക്ക് അല്ല എന്ന തന്ത്രപരമായ മറുപടിയാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞ് തടി തപ്പുന്നത്. ഒരിക്കലും സംസ്ഥാന ഭരണ പിഴവുകളെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നും ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. കേരളത്തിൽ UDFന് 18 സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും തൃശ്ശൂരിലും ആലത്തൂരിലും തോൽവി വലിയ വിവാദമാക്കി
എതിരാളികൾക്ക് വിഷയമുണ്ടാക്കി കൊടുക്കുകയാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കുന്നത് അവരോടുള്ള മണ്ഡലത്തിലെ ജനങ്ങളുടെ വിരുദ്ധ വികാരം തന്നെയാണ്. ജനങ്ങളോടുള്ള അവരുടെ 5 കൊല്ലത്തെ പ്രവർത്തനം അത്രയ്ക്ക് മോശമായിരുന്നുവെന്ന് പരക്കെ പരാതിയുണ്ട്. ഇപ്പോൾ ജയിച്ചു കയറിയ ചില സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടല്ല ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയും വിശ്വാസവും കൊണ്ട് മാത്രമാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു.